ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ലുബു വേൾഡ്. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് ഒരു വെറൈറ്റി പുട്ടിൻ്റെ റെസിപ്പി ആയിട്ടോ. അപ്പോൾ ഇതാ ഉപ്പുമാവ് കഴിച്ച് മടുത്തവർക്കും അതുപോലെ അരിപ്പൊടി വെച്ചിട്ട് പുട്ടുണ്ടാക്കിയെടുക്കലുണ്ടല്ലോ, അപ്പോൾ അതെന്നൊക്കെ ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു വെറൈറ്റി പുട്ടിൻ്റെ റെസിപ്പി ആട്ടോ. അപ്പോൾ ഞാൻ ഇന്ന് ഇവിടെ ഉണ്ടാക്കിയെടുക്കുന്നത് റവ വെച്ചിട്ടാട്ടോ. അതിനുവേണ്ടി 2 കപ്പ് റവ നന്നായിട്ട് വറുത്തെടുത്തതിന് ശേഷം ഒന്ന് തണുക്കാൻ വെക്കാം കേട്ടോ. അപ്പോൾ 2 കപ്പ് റവ ഞാൻ എടുത്തിട്ടുള്ളത്. അത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം ആദ്യം, എന്നിട്ട് നന്നായിട്ട് തണുപ്പിക്കാൻ വെക്കാം കേട്ടോ. അപ്പോൾ തേങ്ങ, അതിനാവശ്യമുള്ള തേങ്ങ അവിടെ ചിരകി വെച്ചിട്ടുണ്ട്. ഇത് നന്നായിട്ട് തണുക്കുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ. തണുത്തതിന് ശേഷം മാത്രം നമ്മൾ ഉതിർത്തെടുക്കേണ്ടത്, അതാണിത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. അപ്പോൾ റവയൊക്കെ നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഉതിർത്തെടുക്കണം കേട്ടോ. അപ്പോൾ വറുത്ത് വെച്ചിട്ടുള്ള റവ നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് പച്ചവെള്ളത്തിലാണ് ഇത് ഉതിർത്തിയെടുക്കേണ്ടത്. സാധാരണ പൊട്ടുപൊടി ഉതിർക്കുന്ന പോലെ നമ്മൾ ഉതിർത്തിയെടുക്കാം കേട്ടോ. അപ്പോൾ നന്നായിട്ടൊന്ന് ഉതിർത്തിയെടുത്തിട്ടുണ്ട് കേട്ടോ റവ. ഇതുപോലെ ഒന്ന് ഉതിർത്തിയതിന് ശേഷം ഇനി നമുക്ക് മിക്സിൻ്റെ ജാറിലിട്ടൊന്ന് പൊടിച്ചെടുക്കാം കേട്ടോ. ചെറുതായിട്ടൊന്ന് പൊടിച്ചെടുക്കുക. നല്ല സോഫ്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നമ്മളെ റവയൊക്കെ നന്നായിട്ട് സോഫ്റ്റായി കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്കൊന്ന് റെഡി ആക്കി എടുക്കാം കേട്ടോ. സാധാരണ നമ്മൾ പുട്ട് ചെയ്തെടുക്കണം അതേ രീതിയിൽ തന്നെ കേട്ടോ ഇതും ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ നമുക്കത് ആവി വരുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ പുട്ട് ആവി വന്നതിന് ശേഷം നമുക്കൊന്ന് 2 മിനിറ്റ് ഒന്ന് മൂടി വെക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒന്ന് ചെയ്താൽ നന്നായിട്ട് സോഫ്റ്റായിട്ട് കിട്ടും. അപ്പോൾ നമ്മൾ പുട്ട് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇത് നല്ല അടിപൊളി ടേസ്റ്റ് കേട്ടോ. അപ്പോൾ ഈ ഉപ്പുമാവൊക്കെ കഴിച്ച് മടുത്തവർക്കൊക്കെ ഒരു സ്പെഷ്യൽ നെയ്ക്കാറായിട്ട് ഇത്. അതുപോലെ നമ്മൾ സാധാരണ പുട്ടുപൊടി ഉപയോഗിച്ച് എപ്പോഴും പുട്ടുണ്ടാക്കുമ്പോൾ ഒരു വെറൈറ്റി ഒക്കെ ആവശ്യമുള്ളവർക്കൊക്കെ ഇതൊന്ന് ട്രൈ ചെയ്യാം കേട്ടോ. നല്ല സൂപ്പർ ടേസ്റ്റ്, അതുപോലെ നല്ല സോഫ്റ്റ് കേട്ടോ. ഇത് ഏത് കറിൻ്റെ കൂടെ നമുക്ക് കഴിക്കാം. അതുപോലെ പഴത്തിൻ്റെ കൂടെ, അതുപോലെ ചൂട് കട്ടൻ ചായൻ്റെ കൂടെയൊക്കെ നല്ല കോമ്പിനേഷൻ കേട്ടോ. അടിപൊളി ടേസ്റ്റ്. അപ്പോൾ ഉപ്പുമാവൊക്കെ എപ്പോഴും ഉണ്ടാക്കി കഴിക്കുമ്പോൾ ഒരു വെറൈറ്റി ആയിട്ട് നമുക്ക് ഇതുപോലെ എന്നൊക്കെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ലൈക്ക് ചെയ്യുക. പിന്നെ അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കാം കേട്ടോ. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരാം കേട്ടോ. അസ്സലാമു അലൈക്കും, നമസ്കാരം.